കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മുനമ്പത്തുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പച്ചക്കള്ളം പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാണ് എൻ്റെ വീഡിയോ. മുനമ്പം ഇഷ്യൂ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മുനമ്പത്തെ ഏതാണ്ട് 400-ലധികം വരുന്ന വീട്ടുകാരുടെ ഭൂമികളെല്ലാം തന്നെ വഖഫ് അതിന് അർഹതപ്പെട്ട ഭൂമിയാണെന്ന് പറയുകയും ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് വഖഫിൻ്റെ കീഴിലിരിക്കുകയും അവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ വെക്കാനോ പോട്ടെ കരമടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ചാനലിൽ തന്നെ വഖഫിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിതിൽ കൂടുതലായി തന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. വഖഫിൻ്റെ പുതിയ ഭേദഗതികളെയൊക്കെ തന്നെ, അതായത് BJP ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതികളെയൊക്കെ തന്നെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ആർട്ടിക്കിൾ 40 പോലെയുള്ള നിയമങ്ങളെടുത്ത് കടലിലെറിയണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ആ നിയമത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, നാളെ നമ്മളാരെങ്കിലും രണ്ടുപേര് തമ്മിൽ നിങ്ങളുടെ സ്ഥലം എൻ്റെ ആണെന്നോ എൻ്റെ സ്ഥലം നിങ്ങളുടെ ആണെന്നോ ഒക്കെ പറഞ്ഞൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ആ ഡിസ്പ്യൂട്ട് തീരുന്നത് വരെ നമ്മളുടെ പൊസഷനിലിരിക്കുന്ന സ്ഥലം നമ്മുടെ മാത്രമാണ്. പക്ഷേ വഖഫിൻ്റെ നിയമത്തിൽ മാത്രം അങ്ങനെയല്ല. വഖഫിൻ്റെ നിയമത്തിൽ വഖഫ് പറയുകയാണ് ഇത് വഖഫ് ചെയ്തതാണ്, ഈ പ്രോപ്പർട്ടി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് വഖഫ് ബോർഡിൻ്റെ ഒരു ക്ലെയിം വന്നാൽ, ആ ക്ലെയിമിന് പല നിബന്ധനകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ ക്ലെയിം വന്നാൽ നിങ്ങൾ അറിയേണ്ടത് പിന്നെ അത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയായിട്ടാണ് പരിഗണിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ നമുക്ക് കരമടക്കാനോ നമുക്ക് ആ ഭൂമിയുടെ അവകാശമുണ്ടെന്ന് പറയാനോ കഴിയില്ല. പകരം നമ്മൾ വഖഫ് ട്രിബ്യൂണലിൽ ചെന്ന് ഇത് തെളിയിക്കണം. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ കോടതിയല്ല, അവിടെ സാധാരണ കോടതിയിലുള്ള ജഡ്ജിമാരൊക്കെ തന്നെയാണ്, മജിസ്ട്രേറ്റുമാരൊക്കെ തന്നെയാണ് ഇരിക്കുക. പക്ഷേ എങ്കിൽ പോലും അവിടെ ചെന്ന് നമ്മളെല്ലാ രേഖയും കൊടുത്ത് നമ്മൾ തെളിയിക്കണം ഇത് നമ്മുടേതാണ് ഈ ഭൂമിയെന്ന് തെളിയിച്ചാൽ മാത്രമേ പിന്നെ അത് നമ്മുടേതായി തീരുള്ളൂ. കേസ് നടക്കുന്ന സമയത്തെല്ലാം അത് വഖഫിൻ്റെ ഭൂമിയായിട്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നും. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ടോ തോന്നും. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ അത് റേപ്പിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ SC/ST അട്രോസിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഇങ്ങനെ നിയമമുള്ളത്. കാരണം അവരൊരു പരാതി കൊടുത്താൽ ഈ പരാതി കൊടുക്കുന്നത് ആർക്കെതിരെയാണോ അവർ തെളിയിക്കണം ഞാൻ ഇതുപോലെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ SC/ST അട്രോസിറ്റീസ് പ്രകാരം ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ലെന്നും തെളിയിക്കണം. അത് പലപ്പോഴും തെളിയിക്കേണ്ടത് ഈ വാദിയുടെ ബാധ്യതയല്ല. അത് പക്ഷേ അവർ കുറേ കൂടി ദുർബലമായിട്ടുള്ള ഒരു സമൂഹമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ വഖഫ് ബോർഡിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തിയത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അതാണ് BJP പരിഷ്കരിച്ചത് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടായി നിൽക്കുമ്പോഴാണ് നമുക്കറിയാം മുനമ്പത്തെ പ്രശ്നമുണ്ടായിട്ടുള്ളത്. മുനമ്പത്ത് അവർ രണ്ടാമത്തെ തവണയും വഞ്ചിക്കപ്പെട്ടു. കാരണം BJP ഒരു നിയമം ഭേദഗതി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വിചാരിച്ചത് അതോടുകൂടി ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി ഭേദഗതി വരുമെന്നും ഇനി തങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, തങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്നാണ് അവിടെയുള്ള പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷേ കിരൺ റിജിജു എന്ന് പറയുന്ന മന്ത്രി വന്നിട്ട് അവരോട് പച്ചയായി തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾക്ക് കേസ് നടത്തി മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേസ് നടത്തി കോടതിയിൽ നിന്ന് തന്നെ വിധിയുണ്ടായാലേ സ്വന്തം ഭൂമി തിരിച്ചു കിട്ടൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ചില വിധികൾ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട്, പറവൂർ കോടതി മുതൽ പല കോടതികളിൽ നിന്നും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, അതെല്ലാം തന്നെ സമൂഹത്തിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ അവിടെ എത്തുകയും അദ്ദേഹം പതിവ് പോലെ ഒരു ഡയലോഗ് അങ്ങോട്ട് അടിക്കുകയും ചെയ്തു. പ്രസംഗത്തിനടുത്ത് ഒരു ഗംഭീരമായ പ്രസംഗം നടത്തുകയും ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ UDFൻ്റെ സർക്കാർ വരും, പിന്നെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ പ്രശ്നം തീർക്കാൻ അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ 10 മിനിറ്റോ ഇനി 11 12 മിനിറ്റ് ആയിക്കോട്ടെ, പക്ഷേ ഈ 12 മിനിറ്റ് കൊണ്ട് പോലുമല്ല, ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെ തീർക്കും എന്നുള്ളത് അറിയാൻ നമ്മളൊക്കെ സാഹൂതം നോക്കിയിരിക്കുകയായിരുന്നു, എങ്ങനെ ഇത് പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പുള്ളിയോട് കഴിഞ്ഞ ദിവസം പുള്ളി അധികാരം ഏറ്റെടുത്തിട്ട് ഏതാണ്ട് കുറേ 10 മിനിറ്റുകൾ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ പത്രക്കാർ ചോദിച്ചു ഇതെങ്ങനെയാണ് വഖഫിൻ്റെ പ്രശ്നത്തിൽ മുനമ്പത്തിൻ്റെ പ്രശ്നത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് അത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം, ഒരു 8ൻ്റെ പണിയല്ലേ തന്നിട്ട് പോയേക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയുന്ന സതീശൻ പറഞ്ഞ 8ൻ്റെ പണിയെന്ന് നിങ്ങൾക്കറിയാമോ? 8ൻ്റെ പണി എന്ന് പറയുന്നത് ആളെ ഈ പറഞ്ഞ പോലെ ലോകത്തുള്ള എല്ലാവരും മണ്ടന്മാരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റും മീഡിയ വണ്ണൊക്കെ കയ്യിലുള്ളതുകൊണ്ട് അവരിതിനു വേണ്ടി ഓശാന പാടുമെന്നുള്ളതുകൊണ്ട് ഈ മണ്ടന്മാരാക്കാമെന്നുള്ളത് സതീശൻ വിചാരിക്കരുത് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്ന 8ൻ്റെ പണി എന്താണ് LDFൻ്റെ കാലത്ത് ചെയ്തതെന്ന് വെച്ചാൽ LDFൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡായിരുന്നു.
അപ്പോൾ ആ വഖഫ് ബോർഡിലെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് അത് ഉമീദ് എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന പോലും തെറ്റാണ്. എൻ്റർ ചെയ്തു ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഏത് ഈ മുനമ്പത്തുള്ള ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് അതിനകത്ത് എൻ്റർ ചെയ്തു. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ്, എംപവർമെൻറ്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ ഉമീദ് എന്ന് പറയുന്ന പോർട്ടലിൻ്റെ പേര്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോർട്ടൽ 2025 പാസ്സാക്കിയിട്ടുള്ള ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായി തുടങ്ങിയതാണ്. ആ പോർട്ടൽ തുടങ്ങിയത് നല്ല കാര്യമാണ്. കാരണം ഈ വഖഫിൻ്റെ ഭൂമി എത്രത്തോളം ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും ആർക്കും അറിയാൻ പാടുണ്ടായില്ല. കാരണം ഏതാണ്ട് 8 ലക്ഷത്തോളം വരുന്ന പ്രോപ്പർട്ടികളുണ്ട്, അത്തരത്തിലുള്ള ഭൂമികളുണ്ട്, ആ ഏക്കറോളം വരുന്ന ഭൂമികളുണ്ട്. ആ ഭൂമികളിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടേണ്ട വരുമാനം ഒരു 16,000-17,000 കോടിയെങ്കിലും കിട്ടേണ്ടതാണ്, 20,000 കോടിക്കകത്ത് കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 100-150 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഏക്കറുകളുള്ള ബാംഗ്ലൂരിലെയും കർണാടകത്തിലേക്ക് ഭൂമിയൊക്കെ തന്നെ പലതും കയ്യേറ്റം നടന്നു കഴിഞ്ഞു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. അത് കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ഇവരൊന്നും വിശ്വാസമുള്ള ആളുകളല്ല ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അവരൊക്കെ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഇത് വളരെ നിസ്സാരമായ വാടകകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം നടന്നപ്പോഴാണ് ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല. ഇത് എല്ലാ വഖഫിൻ്റെ പ്രോപ്പർട്ടികൾ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതായത് വഖഫിൻ്റേതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളെല്ലാം തന്നെ ഇതിനകത്ത് എൻ്റർ ചെയ്യണമെന്നാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് എൻ്റർ ചെയ്യണമെന്നൊരു നിയമം കൊണ്ടുവരികയും അതിന് 6 മാസം സമയം കൊടുക്കുകയും പിന്നീട് ഒരു എക്സ്റ്റൻഷൻ 6 മാസം കൂടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ പറ്റുമോ ഏതെങ്കിലും വഖഫ് ബോർഡിന്? എന്താണ് സതീശൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇതെങ്ങനെ 8ൻ്റെ പണിയാണോ? ഇനി അടുത്തൊരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ എൻ്റർ ചെയ്ത്, അതായത് ഡാറ്റ എൻ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തേക്കണത്. ഈ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ, അതായത് ഇത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് 2019 ആ 2019 അന്ന് കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നിട്ടുള്ള ആളെന്ന് പറയുന്നത് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. ഈ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമസ്തയുടെ നേതാവാണ്, കൂടാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, കൂടാതെ പാണക്കാട് കുടുംബാംഗമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ഈ പറയുന്ന രജിസ്ട്രേഷൻ നടത്തിയത് ആ സമയത്താണ്. അപ്പോൾ ഇത് മുസ്ലിം ലീഗിൻ്റെ കീഴിലുണ്ടായിരുന്ന അവരുടെ നേതാവ് ഭരിച്ചുകൊണ്ടിരുന്ന വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന റഷീദ് അലി തങ്ങളാണ്. അദ്ദേഹം ചെറിയൊരാളല്ല, ഇതൊന്നും വായിക്കാനോ എഴുതാനോ അറിയാൻ പാടില്ലാതെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവാണ് എന്ന് മാത്രമല്ല നിരവധി വലിയ പ്രസ്ഥാനങ്ങൾ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ പിണറായി വിജയൻ വന്ന് എന്ത് ചെയ്യുമോ, പൊത്തിപ്പടി കൊളിച്ചു നോക്കുമോ? എന്താണ് മുഖ്യമന്ത്രി താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ? പണ്ട് താങ്കൾ പറഞ്ഞു മറ്റേ കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടതല്ല എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ കുഴപ്പമില്ല, അദ്ദേഹം ഇട്ടതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. താങ്കൾ പറഞ്ഞ കെ സുധാകരനും അദ്ദേഹവുമായിട്ട് സംസാരിച്ചു, അതിനുശേഷം അങ്ങനൊരു FB അക്കൗണ്ട് പോലും അദ്ദേഹത്തിന് ഇല്ലെന്ന് പറഞ്ഞു, ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും. ലാസ്റ്റ് പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ സുധാകരൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ തന്നെ FB പോസ്റ്റാണ്, ഞാൻ തന്നെ ഇട്ടതാണ്, എനിക്ക് FBയുമുണ്ട്, FB എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അന്നേരം താങ്കൾ പറഞ്ഞ FB എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ പാടില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധ പഞ്ചാംഗങ്ങൾ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിൽ നമ്മുടെ അടുത്ത മാധ്യമങ്ങളൊക്കെ തന്നെ കൂട്ടുനിൽക്കുകയും ഇത് യഥാർത്ഥത്തിൽ 2019 സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ആരാധ്യനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നപ്പോൾ രജിസ്റ്റർ ചെയ്താണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഈ ഡാറ്റകൾ, അത് ഇവിടുത്തെ മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ വഖഫ് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള വഖഫിൻ്റെ കീഴിലുള്ള സ്വത്തുക്കളുടെ ഡാറ്റയും എൻ്റർ ചെയ്യണം ഉമീദ് പോർട്ടലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രം എൻ്റർ ചെയ്യൂല, ഞങ്ങൾ ഇത് ഒളിച്ചു നോക്കുമെന്ന് പറയുമോ? അതാണ് 8ൻ്റെ പണി. കാര്യമുള്ളത് അങ്ങോട്ട് പറഞ്ഞാൽ മതി. 10 മിനിറ്റ് കൊണ്ട് എനിക്കിത് പരിഹരിക്കാൻ പറ്റില്ല. ഈ കാര്യം ഞാനൊന്നൊരു ആവേശത്തിന് കയറി പറഞ്ഞു. പക്ഷേ നിങ്ങളൊരു 10 മിനിറ്റല്ല, ഞാൻ പറഞ്ഞ ഒരു 100 ദിവസം എടുത്തു. ആ 100 ദിവസം എടുത്തിട്ടെങ്കിലും ഇത് പരിഹരിക്കാൻ നോക്കുക. എന്താണ് ഇതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ, ഇങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ താങ്കളെ കേട്ടുകൊണ്ടിരിക്കാം. അപ്പം അതുകൊണ്ട്
അന്ന് താങ്കൾ പറഞ്ഞൊരു വാചകം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ ആളുകളുമായിട്ട് താങ്കൾ സംസാരിച്ചു, കൂടാതെ വലിയ അക്കാഡമിക് മറ്റേ ലോയേഴ്സായിട്ടും അതുപോലെ തന്നെ വളരെ പണ്ഡിതന്മാരായിട്ടുള്ള അഡ്വക്കേറ്റ് ഭാഗമായിട്ടും ഒക്കെ സംസാരിച്ചു. ആ സംസാരിച്ചതിൽ ഇത് കേവലം 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ക്ലെയിം ഒഴിവാക്കി കൊടുക്കാം. അങ്ങനെ ക്ലെയിം ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ല. അതത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. ഇനി ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താ, UDF നിലപാടെന്താ? UDF ഇത് ഒഴിവാക്കി കൊടുക്കാൻ പറയുമോ? ഇത് കയ്യേറ്റക്കാർ എന്ന് പറഞ്ഞ് നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ MLA സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി കിട്ടണം എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും നമ്മൾ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ആ ഡയലോഗ് അടിച്ചത് പോലും കുഴപ്പമില്ല, കാരണം രാഷ്ട്രീയമല്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ അതിന് ശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇത് കഴിഞ്ഞ ഗവൺമെൻറ് 8ൻ്റെ പണി തന്നതുകൊണ്ടാണ്. അതായത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നാണ്? ഇനി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ഒരു നിയമം അനുസരിക്കാതെ ഇവിടുത്തെ വഖഫ് ബോർഡ് ഇരിക്കണമെന്ന് താങ്കൾ പറയൂ? അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ വരണം എന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കാനുള്ളത്. ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയാനാണ്. നമ്മുടെ ചാനൽ ഇത് മാത്രമല്ല, മറ്റൊരു പുതിയ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ തന്നെ കാണണം. അതിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ഇത്രയും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, നിങ്ങൾ BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് കൊടുത്താൽ കിട്ടും. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫുൾ നെയിമാണ്. ആ ഫുൾ നെയിം എന്ന് പറയുന്നത് ഒരു പൊതുബോധത്തിനുമപ്പുറം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പരമ്പരാഗത മാധ്യമങ്ങളും പലപ്പോഴും പണം മേടിച്ച് സോഷ്യൽ മീഡിയയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണിയുണ്ട്. അത് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു പൊതുബോധം നിർമ്മിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പൊതുബോധത്തിൻ്റെ അപനിർമ്മിതികൾക്കെതിരെയുള്ള ഒരു ഫൈറ്റാണ്, ഒരു എളിയ ശ്രമമാണ് ആ ചാനൽ എന്ന് പറയുന്നത്. അതിൽ ഒരു പുതിയ പോഡ്കാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റ് ഇപ്പോൾ നിരവധി ആളുകൾ 6000-ലധികം പേര് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞു. അത് 1 മണിക്കൂർ 42 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ അത് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ പോഡ്കാസ്റ്റിൽ പറയുന്നത് 2021 2% വോട്ടുകൾ കൂടുതൽ മേടിക്കുകയും 8 സീറ്റുകൾ കൂടുതൽ മേടിക്കുകയും ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന അധികാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു കരുതൽ വിജയനും അതുപോലെ ക്യാപ്റ്റൻ വിജയനുമൊക്കെ ആയിരുന്ന അദ്ദേഹത്തെ ഇടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനകൾ നടത്തിയതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. അവർ വളരെ സിസ്റ്റമാറ്റിക്കായി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടപ്പാക്കിയിട്ടുള്ള തന്ത്രങ്ങളുടെ ഫലമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർന്നു പോവുകയും ഇപ്പോൾ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തത്. അതിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർത്തായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകളും വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോകളും ചെയ്യണമെന്നാണ് ആഗ്രഹം നമുക്ക് ആ ചാനലിൽ. പക്ഷേ അത് വലിയ ചിലവേറിയൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മളുടെ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. മെമ്പർഷിപ്പ് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള നിരവധി ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ടുകളുണ്ട്. അതിൽ ഏത് തന്നെ എടുത്താലും നിങ്ങൾക്ക് ആകെയുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് മാത്രം അതിനുവേണ്ടി മാത്രമല്ല നിങ്ങളത് എടുക്കേണ്ടത്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചവർക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കൂടാതെ അതിനേക്കാൾ വലിയ സപ്പോർട്ടുകൾ നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നവർ ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് വീഡിയോകൾ മുഴുവനായും കാണുകയും അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്തുകൊണ്ട് ഒരു പുതിയ കൃത്യമായി ആളുകളുടെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അവബോധം ആളുകളിലേക്ക് ഉണ്ടാക്കാനുള്ള ഒരു എളിയ പരിശ്രമമാണ് പുതിയ ചാനൽ കൂടി. അപ്പോൾ അതിൻ്റെ പേരൊന്നും മറന്നു പോകണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അപ്പോൾ അത് വിസിറ്റ് ചെയ്യുകയും അത് കാണുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തട്ടെ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി.